ഹലോ ഗൈസ്, അപ്പൊ നമ്മളാണെങ്കിൽ ഇന്ന് ഒരു പുതിയ കുതിരേനെ വാങ്ങിക്കാൻ പോണേണ്ട. അപ്പൊ നമ്മുടെ കുതിരേനെ മേടിക്കാനുള്ള കാശാണ് നമ്മുടെ മുഖത്തോടെ കിടക്കണ ബാഗിൽ കിടക്കണത്. അപ്പോഴാണെങ്കിൽ ഇന്ന് എനിക്ക് നല്ല ഹാപ്പിനെസ് ആണ്. കാരണം ഇന്നോള് ആദ്യമായിട്ട് തന്നെ കുതിരേനെ തൊടാനൊക്കെ പോണത്. കാരണം ഇത്ര ഞാൻ കുതിരേനെ തൊട്ടിട്ട് പോലും ഇല്ല. അപ്പൊ നമ്മളാണെങ്കിൽ ഇന്നൊരു കുതിരേനെ മേടിക്കാൻ പോണേണ്. അപ്പൊ അവിടെ ആണെങ്കിൽ വേറെ വല്ലതും ഉണ്ടായാൽ നമുക്ക് അത് മേടിക്കാം, അല്ലെങ്കിൽ നമുക്ക് കുതിരനെ മേടിക്കാം. പക്ഷേ കുതിരനെ മേടിക്കാൻ ആഗ്രഹം നമുക്ക് എനിക്കിഷ്ടമുള്ള അപ്പ ഏതാ തോന്നണത് അതെടുത്ത് നോക്കാം. അപ്പൊ എന്റെ എല്ലാ വണ്ടിയെന്ന് വെച്ചാൽ റേഞ്ച് റോവർ ആണ്. ഇതെനിക്ക് നല്ലോണം ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ്. കാരണം ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ലക്ഷറിയാണ്. അപ്പൊ നമുക്കാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കാണെങ്കിൽ നാടാ കുതിരനെ മേടിക്കണ ആ കടയിലേക്ക് പോവാ. ഓക്കെ, അപ്പൊ നമ്മളാണെങ്കിൽ അതൊക്കെ മേടിക്കണ ഷോപ്പിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ കുതിരനെയൊക്കെ മേടിക്കണം. നോക്കുമ്പോ ഇവിടെ കുറച്ച് കുതിര ചത്ത് കിടപ്പുണ്ട്. ഇതെന്താന്ന് അറിയില്ല. ചിലപ്പോ അല്ല ആൾക്കാര് തല്ലിക്കൊന്നായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഉറങ്ങാൻ കിടക്കണായിരിക്കും. അതവിടെ കിടന്നുണ്ട്, നമുക്ക് മൈൻഡ് ആക്കണ്ട. ഇപ്പൊ ഇവിടെ ഡിനോസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ ഡൈനോസർ വെലോസിറാപ്റ്റർ അങ്ങനെയാണല്ലോ ഇതിനെ പറയണത്. പിന്നെ പട്ടിയുണ്ട്. പിന്നെ ഇതിലുള്ളത് വെച്ച് ഏറ്റവും നല്ല കുതിര ഏതാന്ന് എനിക്ക് എങ്ങനെ അറിയാനാ? ഇവിടെ എല്ലാ കുതിരന്റെയും മോന്ത വെച്ച് നോക്കുമ്പോ ഇതിന്റെയും സെയിം. പക്ഷെ എല്ലാത്തിന്റെ കഴുതതിന്റെ പോലെ ഇരിക്കണ. പിന്നെ എല്ലാത്തിലും ഇരിക്കാൻ വേണ്ട സാധനമുണ്ട്. ബാക്കില് വാലുണ്ട്, പിന്നെ 2 കണ്ണുണ്ട്, ചെവിയുണ്ട്, പിന്നെ മേളിലത്തെ ഈ മുടി എല്ലാത്തിനും ഉണ്ട്, അതും എല്ലാത്തിനുണ്ട്. പിന്നെ ഈ മൂക്ക് ഇവിടെ വലിക്കുന്ന സാധനം അതും ഉണ്ട്. നമുക്കിപ്പോ എല്ലാത്തിന്റെ കളർ ഒന്നാ. അപ്പൊ നമുക്കിപ്പോ ഏതെടുക്കും? നമുക്ക് ഈ കുതിരനെ എടുക്കാട്ടോ, കുതിരനെ എടുക്കാം. അപ്പൊ ഈ ഓണറിനോട് ഇത്രയും റേറ്റ് ആയിരിക്കും. ഓണർക്ക് എവിടെയും അപ്പൊ നമ്മളാണെങ്കി ഒരു കാര്യം ശ്രദ്ധിച്ചില്ല. അവിടെ ഇട്ട് ഓണറിന്റെ നമ്പർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് നമ്മള് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അയാളാണെങ്കി ഞാൻ കാശ് കൊടുത്ത്, കാശെന്ന് വെച്ചാ ഓൺലൈനായിട്ട് കൊടുത്തത്. അപ്പോഴാണെങ്കി ഇനി അത് എടുത്തോണ്ട് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞ് നമുക്കിത് ഓടിച്ചോണ്ട് കൊണ്ടുപോകണം. അതൊന്നും വേണ്ട, ഓടിച്ചോണ്ട് കൊണ്ടുപോകണ്ട. നമുക്കിപ്പോ വല്ല വണ്ടി വിളിച്ചോണ്ട് പോകണം. വണ്ടി വിളിച്ചോണ്ട് പോവാട്ടോ. അതിപ്പോ എന്റെ കൂട്ടുകാരന് ഡെലിവറിങ് പണി. അപ്പൊ അവനെ വിളിച്ചു നോക്കാം. അപ്പൊ അവനാണെങ്കി കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു കുറച്ചേരം കഴിയുമ്പോ കൊണ്ടുവരാന്നാ പറഞ്ഞത്. ഇപ്പൊ അവൻ വേറെ എന്തൊക്കെയോ ഡെലിവറി ചെയ്തോണ്ടിരിക്കണേണ്. അതിപ്പോ അവൻ പതുക്കെ ഡെലിവറി ചെയ്തോളും. പിന്നെ അവനതുകൊണ്ട് കുറച്ച് കാശ് മേടിക്കോളൂ. അപ്പൊ നമുക്ക് അങ്ങനെയാണ് അവന് ഓസ. അപ്പൊ അവനാണെങ്കി കുതിരനെ കൊണ്ടുവരുമായിരിക്കും. കൊണ്ടുവന്നില്ലെങ്കി ഓണറിനടുത്ത കാശ് വെറുതെ പോകും. അപ്പൊ നമുക്കാണെങ്കി നമ്മുടെ വണ്ടി ഇവിടെ എങ്ങാണ്ടൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ചേരം കണ്ടൊന്ന് ഉറങ്ങാം. ഓക്കെ, അപ്പൊ നമ്മുടെ വണ്ടിയാണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോയി കിടക്കാട്ടോ. പിന്നെ കുതിരേനെ ഞാൻ ഉദ്ദേശിച്ച അത്ര റേറ്റ് ഒന്നും ഉണ്ടായില്ല. ഇനിയാണെങ്കിൽ നമുക്കൊന്ന് കിടക്കാട്ടോ. നല്ല ക്ഷീണം. ആ കുതിരനെ കൊണ്ടുവരുമായിരിക്കും. കുറച്ചേരം കിടന്നിട്ട് എഴുന്നേറ്റ് നോക്കാം. അപ്പൊ ഞാനാണെങ്കിൽ കുറെ മണിക്കൂറുകൾ കിടന്ന് ഉറങ്ങിയുണ്ട്. സമയമാണെങ്കിൽ ഒരു 4:30 ആയിട്ടുണ്ട്. ഞാനൊരു 2:30 കിടന്നതാണ്. ഇത്ര നേരം നാടാ കുതിരനെ കൊണ്ടുവന്നില്ലല്ലോ. ഇവിടെ ഒന്നും കുതിരനെ കാണില്ല. നാളെ കുതിര കൊണ്ടുവന്നല്ലേ. നമുക്ക് തന്നെ കാശൊക്കെ പിന്നെ കൊടുക്ക. ഇപ്പൊ വേണ്ട, കുതിരനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവ ഞാൻ ഓടിച്ചു നോക്കാട്ടോ എങ്ങനെ ഉണ്ടെന്നൊക്കെ. അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ പോയി നല്ല സ്വിമ്മിംഗ് പൂളിൽ കിടന്നേനേട്ടാ. ഇപ്പൊ നമുക്ക് ഇതായിട്ട് ഒരു റൈഡൊക്കെ പോയിട്ട് വരാം.